സിറിയയിലേക്ക് അധികാര കൈമാറ്റം സംഭവിച്ചു. ആ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കി 50 വർഷത്തോളമായി ആ ജനതയിൽ ന്യൂനപക്ഷമായ ഷിയാ ഭീകരതയുടെ പ്രതിനിധിയായ ബഷാർ അസദ് കുടുംബത്തിന് 50 കൊല്ലം അധികാരം കയ്യിൽ കൊടുത്ത് അവനെ ഈജിപ്തിൽ ഹുസ്നി മുബാറക്കിനെ ഇരുത്തിയതുപോലെ അങ്ങനെ അധികാരം കയ്യിൽ കൊടുത്ത് അധികാരം വാഴിച്ച സാക്ഷാൽ സാമ്രാജ്യത്വം അവൻ വീണ ഉടനെ ഇസ്രയേലിനെ കൊണ്ട് അവരുടെ സൈനിക കേന്ദ്രങ്ങളും ആയുധപ്പുരകളും മുഴുവൻ തുരുതുരെ ആക്രമിച്ച് തകർപ്പിച്ചു. അവരെന്താ ചെയ്തേ ഇസ്രയേലിനോട്? ചെയ്തേ? അവരവരുടെ അക്രമിയായ ദശലക്ഷങ്ങളെ 10 ലക്ഷത്തോളം ജനങ്ങളെ കുരുതി കൊടുത്ത ഒരു ഭരണാധികാരിക്കെതിരിൽ ആ ജനം പൊരുതി ആ അധികാരിയെ പുറത്താക്കിയപ്പോൾ അപ്പുറത്തെ ഇസ്രയേൽ അവരെ സൈനികമായി ആക്രമിച്ച് തകർക്കുകയാണ്. എന്താണ് അതിനർത്ഥം? നിങ്ങൾക്ക് ഇതേ വിധിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് ജനാധിപത്യം ഞങ്ങൾ തരില്ല. ഇത് പച്ചയായി ലോകം പറയുമ്പോഴും ആരെങ്കിലും ഇന്നുവരെ അമേരിക്കയുടെ കൊള്ളരുതായികയെ ചോദ്യം ചെയ്യുന്നുണ്ടോ? ജനാധിപത്യത്തിലൂടെ അൾജീരിയയിൽ ഇസ്ലാമിക് സാൽവേഷൻ ഫ്രണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടില്ലേ? 87% തെരഞ്ഞെടുത്തപ്പോൾ പട്ടാളത്തെ ഉപയോഗിച്ച് അട്ടിമറിച്ചില്ലേ? ഈജിപ്തിൽ മുഹമ്മദ് മുർസി 2 വട്ടം 60% വോട്ടോടുകൂടി ജനാധിപത്യമായി തെരഞ്ഞെടുത്തില്ലേ? പട്ടാളത്തെ ഉപയോഗിച്ച് അമേരിക്ക അട്ടിമറിച്ചിട്ട് അയാളെ ജയിലിലിട്ട് കൊന്നില്ലേ? ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ജനാധിപത്യം പറഞ്ഞിട്ടില്ലപ്പോൾ സഹോദരങ്ങളെ അറിയണം നിങ്ങൾ, ഇസ്ലാമിക് ടെററിസം എന്ന് ഇവർ പറയണത്, തീവ്രവാദം എന്ന് പറയുന്നത് ജനാധിപത്യത്തിലൂടെ ആരെങ്കിലും കയറി വരുന്നതാ. മുസ്ലിം രാജ്യങ്ങളെ പട്ടാളം ഭരിക്കുന്നത് ഒരു കുഴപ്പമില്ല ഇവർക്ക്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിഷജീവിയായ മറുനാടൻ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ആ ചാനലിൽ സിറിയ വീണപ്പോ പച്ചയായിട്ട് അയാൾ പറയുകയാണ്, അമേരിക്ക നമ്മെ നശിപ്പിക്കും, അമേരിക്ക ഇന്ത്യയുടെയും ശത്രുവാണ്, അമേരിക്ക കണ്ണും കെട്ടി നോക്കി നിൽക്കുകയാ, അമേരിക്ക എന്തുകൊണ്ട് സിറിയയെ തകർക്കുന്നില്ല? ജനാധിപത്യം ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനെ തന്നെ പറയുക, ജനാധിപത്യം ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർക്കാണ് ജനാധിപത്യം വേണ്ടത്. അവിടെ നല്ലത് പട്ടാള ഭരണമാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് സിറിയയെ തകർക്കുന്നില്ല? പിന്നീട് ആദ് തകർന്നു, സമൂത് തകർന്നു, ഫറോവ തകർന്നു. ഇതൊക്കെ തകർന്നു എന്ന് പറയുമ്പോ നമുക്കൊക്കെ തോന്നുന്നത് അതൊക്കെ പഴയ കാലത്തല്ലേ. ഇന്നിപ്പോ അങ്ങനെ ആരും തകരണില്ലല്ലോ, ഇന്ന് തകരുന്നില്ലേ? ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയായി നിലനിന്നുകൊണ്ട് ലോകത്ത് മുഴുവൻ തന്റെ സാമ്രാജ്യത്വം വ്യാപിപ്പിക്കാൻ ശ്രമിച്ച സോവിയറ്റ് യൂണിയൻ ഇന്നുണ്ടോ? ലോകത്ത് ഉണ്ടോ? തകർന്നു പോയില്ലേ? അതിന്റെ താഴെ നിന്നിരുന്നുള്ള അമേരിക്ക, ഇന്ന് അമേരിക്ക ഏക ലോക ദുർഗത്തിന്റെ അധിപനായി നിന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ തകർക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഈ അമേരിക്ക തകരുമോ? ഇതിന്റെയൊക്കെ ഉത്തരമാണല്ലോ ഈ പറയണേ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജ്ർ നാം ചർച്ച ചെയ്തു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഓരോ സൂറത്തുകളിലൂടെയും വളരെ ഹ്രസ്വമാണ് എങ്കിലും ചെറിയ ചെറിയ പദാവലികളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതും ഓർമ്മപ്പെടുത്തുന്നതുമായ യാഥാർത്ഥ്യങ്ങൾ വളരെ ഗൗരവാവഹമായതാണ്. മനുഷ്യന് ചിന്തിക്കാനും ഉണരാനും പാഠം പഠിക്കാനും ആവശ്യമായതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ സൂറത്തുകളിൽ അതിലെ ഓരോ ആയത്തുകളിലും അന്തർഭവിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിനകമുള്ള ചില വിശദീകരണങ്ങളിലൂടെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. പ്രഭാതത്തെ പിടിച്ച് സത്യം ചെയ്ത്, രാവിനെ പകലിനെ പിടിച്ച് സത്യം ചെയ്ത്, ഇരട്ടയെ ഒറ്റയെ പിടിച്ച് സത്യം ചെയ്ത്, അതുപോലെ തന്നെ 10 രാവുകളെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് ഇതിൽ ചിന്തിക്കാനുള്ള വകയില്ലേ എന്ന് നമ്മോട് ചോദിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത് പ്രകൃതിയിൽ അല്ലാഹു അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് വിധേയമാകാതെ പ്രകൃതിയിൽ ഒന്നുമില്ല. ഒന്നിനു ശേഷം മറ്റൊന്ന് എന്ന ഒരു ദ്വന്ദ്ം ഈ ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയെയും പകലിനെയും അല്ലാഹു നമ്മുടെ മുമ്പിൽ കടന്നുവരുന്ന രാവിനെ, കടന്നുവരുന്ന പകലിനെ, കടന്നുപോകുന്ന രാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തത്. രാവിന് ശേഷം പകല് ഒരു യാഥാർത്ഥ്യമായ പോലെ, പകലിന് ശേഷം രാവ് യാഥാർത്ഥ്യമായ പോലെ, ഒന്നിനു ശേഷം 2 യാഥാർത്ഥ്യമായ പോലെ, ഒറ്റയ്ക്ക് ശേഷം ഇരട്ടയാണ് വരിക, ഇരട്ടയ്ക്ക് ശേഷം ഒറ്റയാണ് വരിക. ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല, ഒറ്റ ഉടനെ തന്നെ ഇരട്ടയ്ക്ക് വഴിമാറുന്നു, ഇരട്ട ഒറ്റയ്ക്ക് വഴിമാറുന്നു. അങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് തികച്ചും വ്യത്യസ്തമായ വൈരുദ്ധ്യാത്മകമായ വസ്തുതകളിലേക്ക് പ്രപഞ്ചം വഴിമാറിക്കൊണ്ടിരിക്കുക എന്നത് പ്രകൃതിയിൽ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രാപഞ്ചിക വ്യവസ്ഥയാണ്. ഇതുപോലെയാണ് ലോകത്ത്
സുഖദുഃഖങ്ങളുടെയും സ്ഥിതി തദൈവയാണ്. സന്തോഷ സന്താപങ്ങളുടെയും സ്ഥിതി ഇത് തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിന്റെ ജീവിതം പൊതുവെ പറയാറുണ്ട് സന്തോഷ സന്താപ സമ്മിശ്രമാണ് എന്ന്. സഹോദരങ്ങൾ, ഇത് ലോകത്തിന്റെ ഒരു പൊതുസ്ഥിതിയാണ്. ഈ സ്ഥിതിവിശേഷത്തെ അട്ടിമറിക്കാൻ ആർക്കും കഴിയില്ല. സന്തോഷം സ്ഥായിയല്ല, സന്താപം സ്ഥായിയല്ല. ഇന്ന മഅൽ ഉസ്രി യുസ്റൻ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഒരു പ്രയാസമുണ്ടെങ്കിൽ പുറകെ സന്തോഷം വരിക തന്നെ ചെയ്യും. ഒരു പ്രയാസമുണ്ടെങ്കിൽ പിറകെ സന്തോഷം വരിക തന്നെ ചെയ്യും. ആവർത്തിക്കുകയാണ് അല്ലാഹു. അപ്പൊ സന്തോഷം സന്താപത്തിന്, സന്താപം സന്തോഷത്തിന്, സുഖം ദുഃഖത്തിന്, ദുഃഖം സുഖത്തിന്, സമ്പന്നത ദാരിദ്ര്യത്തിന്, ദാരിദ്ര്യം സമ്പന്നതയ്ക്ക്, പ്രഭാതം പ്രദോഷത്തിന്, രാവ് പകലിന്, ഒറ്റ ഇരട്ടയ്ക്ക്, ഇരട്ട ഒറ്റയ്ക്ക്, പരസ്പരം മാറുന്ന വഴിമാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നിങ്ങൾ. ഓരോ മാസത്തിലും കടന്നു വരുന്ന 10 രാവുകളിൽ ഞാൻ പലവട്ടം പറഞ്ഞതാണ്. പക്ഷെ ഇതാണ് അള്ളാഹു നമ്മുടെ മുമ്പിൽ പ്രധാനമായും ഇതിൽ ചിന്തിച്ചിട്ട് വേണം ഞാൻ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാനെന്ന പടച്ചവൻ പറയുന്നത്. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും ഇത് പൂർത്തിയാകും മുമ്പേ ഞാനൊന്ന് ആവർത്തിക്കുക തന്നെയാണ്. നിങ്ങൾക്ക് ആവർത്തന വിരസത തോന്നുന്നുണ്ടാകാം എന്നെനിക്കറിയാം. പക്ഷെ ആവർത്തനം വിരസത ഉണ്ടാക്കേണ്ടതല്ല. പുത്തൻ പുത്തൻ ചിന്തകളിലേക്ക്, വീണ്ടും വീണ്ടുമുള്ള ഓർമ്മകളിലേക്ക് നമ്മളെ നയിക്കേണ്ടതാണ്. അതുകൊണ്ട് പറയുകയാണ്, 10 രാവുകൾ എന്ന് പറയുന്നത് ആദ്യത്തെ റൈസിന്റെ 10 രാവുകളാണ്. ഒടുവിലത്തേത് ഫോളിൻ്റെതാണ്. റൈസ് ആൻഡ് ഫോൾ, ഉത്ഥാന പതനങ്ങളുടെ അടയാളമാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു 10 എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റിയുടേതാണ്. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് വെളിച്ചം കാത്തു നിൽക്കുന്ന, പുലർന്നു നിൽക്കുന്ന, ഒരല്പം ജ്വാല നിലനിൽക്കുന്ന ഒരു നടുവിലെ 10. തുടക്കം ഇരുട്ടായി പ്രകാശത്തിലേക്ക് പയ്യെ ഉയരുന്ന റൈസിന്റെ 10. ഒടുവിൽ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് വഴിമാറുന്ന ഫോളിന്റെ 10. റൈസ് ആൻഡ് ഫോൾ, ഉത്ഥാന പതനങ്ങൾ ലോക ചരിത്രത്തിന്റെ പാഠമാണ്. ഇതില്ലാതെ ഒരു ലോകമില്ല. ഒരാളും ഉയർന്നു തന്നെ നിൽക്കാറില്ല. ഉയർന്നവൻ താഴും, താണവൻ ഉയരും. ഇത് ലോക പ്രകൃതിയുടെ ഭാഗമാണ്, പ്രപഞ്ച വ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന യാഥാർത്ഥ്യത്തെ ഓർമ്മിപ്പിച്ചിട്ട്, ഇതൊക്കെ അള്ളാഹു വാക്കുകളിലേ പറഞ്ഞിട്ടുള്ളൂ. മനുഷ്യനോട് അള്ളാഹു അതിനുശേഷം ചോദിക്കുന്നത് ഈ എക്സ്പ്ലനേഷൻ അള്ളാഹു ഇവിടെ പറയണില്ല. അള്ളാഹു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ. ഉള്ളിലൊരൽപ്പം കല്ലുള്ളവന്, ഉള്ളിലൊരൽപ്പം ഹിജ്ർ കനമുള്ളവന്, ഉള്ളിലൊരൽപ്പം ലുബുള്ളവന്, കാമ്പുള്ളവന്, ഉള്ളിലൊരൽപ്പം കാതലുള്ളവന് ഇതിലൊക്കെ ചിന്തിക്കാൻ വല്ലതുമില്ലേ, വകയില്ലേ? ചിന്തിച്ചിട്ടാണ് അള്ളാഹു എല്ലാം നമുക്ക് അങ്ങ് കൊച്ചു കുഞ്ഞിന് സ്പൂൺ ഫീഡിങ് പോലെ അങ്ങനെ തന്നെ അങ്ങ് കോരി ഒഴിച്ചു തരികയല്ല. ചിന്തിക്കാനുള്ള പ്രതീകങ്ങളെ, ആയാത്തുകളെ മുമ്പിൽ വെച്ച് തരികയാണ്. അതിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് വളരെ കൃത്യമായ ഉത്തരങ്ങൾ കിട്ടുന്നത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അള്ളാഹു ലോകത്ത് നടക്കുന്ന നമുക്ക് ഉത്തരം കിട്ടാത്ത ചില സമസ്യകളിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത്. അവിടെയാണ് ആദിനെ പറഞ്ഞത്. മുൽക്കാല സമൂഹങ്ങളിൽ ലോകത്ത് ഒരു കാലത്ത് അവരുടെ അജയ്യതയുടെ ആകത്തുകയായിരുന്ന, അവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ലെന്ന് വിചാരിച്ച, അല്ലത്തീലം യുഖ്ലഖു മിസ്ലുഹാ ഫിൽ ബിലാദായ, അതുപോലൊരു സമൂഹത്തെ ടെക്നോളജിയിലോ ആകാര വലിപ്പത്തിലോ വേറെ സൃഷ്ടിക്കപ്പെട്ടിട്ടേ ഇല്ലാഞ്ഞ ഒരു സമൂഹം ഈ ലോകത്ത് ഉത്ഥാനത്തിന്റെയും പതനത്തിന്റെയും നടുവിൽ ജ്വലിച്ചു നിന്നു. നിങ്ങൾ കണ്ടില്ലേ ആദിനെ? ഞാൻ ഈ പറഞ്ഞത് നുണയാണോ? ആദിനെ കണ്ടില്ലയോ? അവരെ കണ്ടില്ലയോ? അവർക്ക് ശേഷം അവരിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ സമൂദിനെ കണ്ടില്ലയോ? അവർക്കും സംഭവിച്ചത് ഇത് തന്നെയല്ലയോ? അതിനുശേഷം പിന്നീട് വന്ന ഇസ്രായേല്യർ, അവരുടെ അന്തകനായി വന്ന ഫറോവ കിങ്കടത്തെ കണ്ടില്ലയോ? ഫറോവ കിങ്കടം, ഫിറഔൻ സാമ്രാജ്യത്വത്തെ നിങ്ങൾ കണ്ടില്ലയോ? അവനും തകർന്നു പോയില്ലയോ? ഉത്ഥാനം പതനത്തിന് വഴിമാറും. അതിനിടയിൽ ഒരല്പം സ്റ്റെബിലിറ്റി ഉണ്ടാകും, ഒരല്പം ജ്വാലയുണ്ടാകും, ഒരൽപ്പം കത്തൽ കാണും. ആ കത്തലുകൾ സ്ഥായിയാണെന്ന് ആരും കരുതിപ്പോകരുത്. കത്തി നിൽക്കുന്ന ആ നാളുകളിൽ ഇത് സ്ഥായിയാണെന്ന് ആരും കരുതരുത്. മുമ്പൊരു ഉത്ഥാനമുണ്ടായതും ഇനി ഒരു പതനം വരാൻ പോകുന്നതും ആരും മറക്കരുത്. എല്ലാം അങ്ങനെയാ. മനുഷ്യായുസ് അങ്ങനെയല്ലേ? അങ്ങനല്ലേ? അവന്റെ വളരെ വളരെ ചുരുങ്ങിയ, വളരെ മിതമായ ഒരു 2 വയസ്സ് വരെ നമ്മൾ ആർക്കാ വേണ്ടേ? ഒരു പച്ച മാംസത്തുണ്ടിനെ, ഒരാൾക്കും ഉപയോഗമില്ലാത്ത ഈ സാധനത്തെ മാതാപിതാക്കളുടെ കാരുണ്യത്തിന്റെ മടിത്തട്ടിലിട്ട് വളർത്തിയില്ലെങ്കിൽ മൂത്രമൊഴിച്ചും വിസർജിച്ചും ഛർദിച്ചും മാറും മടിയും മലിനമാക്കുന്ന ഈ ഇറച്ചി തുണ്ടിനെ എടുത്ത് വലിച്ചെറിഞ്ഞേക്കാമെന്ന് ആർക്കും തോന്നാവുന്ന ആ വസ്തുവിനെ 2 കൊല്ലം നെഞ്ചോട് ചേർത്ത് കടിച്ച് പറിച്ച് സന്തോഷിച്ച് മുത്തി മണത്ത്
കൊണ്ടു നടക്കാൻ ആ മാതാപിതാക്കളുടെ ഉള്ളിൽ അള്ളാഹു കരുണയിട്ടില്ലായിരുന്നെങ്കിൽ ഈ ജന്തു വളരുമായിരുന്നോ? ഈ സാധനം വളർന്നു വരുമായിരുന്നോ? ആർക്ക് വേണം ഈ മുതലിനെ, ഈ ഇറച്ചി കഷണത്തെ? പക്ഷെ എന്താണ് അതിനോട് നാം കാണിക്കുന്ന വാത്സല്യം? ഇതും ഒരു ഉത്ഥാനത്തിന്റെ തുടക്കമാണ്. അതാണ് യൗവനത്തിലേക്ക്, ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പിന്നെ വരുന്നത്. പിന്നെ അവൻ വലമ്മാ ബലഗ അശുദ്ധഹു, അവന്റെ കരുത്തിലേക്ക് അവൻ വളർന്നെത്തുന്നത്. അവൻ അങ്ങനെയാ. അതിനുശേഷം പിന്നീട് അള്ളാഹു പറയുകയാണ്, സുമ്മ അവനെ തിരിച്ചു കൊണ്ടുവരുന്നു. ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞ നാളുകൾക്ക് ശേഷം ഒന്നും അറിയാത്ത അത്തുംബിത്തിലേക്ക് അവന്റെ അവന്റെ വീഴ്ചയിലേക്ക് അവൻ വരികയാണ്. പഠിക്കണം മനുഷ്യൻ. ഇത്രയൊക്കെ ഒരു ജീവിതമുള്ളൂ. ഇതൊന്നും സ്ഥായിയല്ല, നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് ഇതെന്തിനു സംവിധാനിച്ചു? ഒന്നിനു പിറകെ മറ്റൊന്ന് വൈരുദ്ധ്യാത്മകമായ ഒന്നിൽ നിന്നുള്ള മറ്റൊന്നിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്ന, ഇരട്ടയാണെങ്കിൽ ഒറ്റയിലേക്ക്, ഒറ്റയാണെങ്കിൽ ഇരട്ടയിലേക്ക്, രാവാണ് പകലിലേക്ക്, സന്തോഷമാണ് സന്താപത്തിലേക്ക്, പ്രഭാതമാണെങ്കിൽ പ്രദോഷത്തിലേക്ക്, വൈരുദ്ധ്യാത്മകമായ ഇതിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകപ്രക്രിയയെ എന്തിനു പടച്ചോൻ സൃഷ്ടിച്ചു? ചിന്തിക്കുന്നവന് ചിന്തിക്കാനോ? നോക്കി കാണുകയാണ്. ഓരോ ദിവസവും, ഓരോ നിമിഷങ്ങളിലും, ഓരോ നിമിഷാർത്ഥങ്ങളിലും, ഓരോ പ്രതിഭാസങ്ങളിലും മാറ്റം വൈരുദ്ധ്യങ്ങളുടെ അങ്ങോട്ട് ഇങ്ങോട്ട്. ഈ മാറ്റത്തിൽ, ഈ ലോക വ്യവസ്ഥയിൽ അതിനെ അതിജീവിച്ചവരാരുമില്ല. ആദ് അതിജീവിച്ചില്ല, സമൂദ് അതിജീവിച്ചില്ല, ഫിറഔൻ അതിജീവിച്ചില്ല. ജീവിച്ചോ? ലോകചരിത്രം സാക്ഷിയല്ലേ? ആരും അതിജീവിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആരും തകരില്ലെന്ന് വിചാരിച്ച സാമ്രാജ്യ ശക്തികളൊക്കെ ഈ ലോകത്ത് തകർന്നു പോയില്ലേ? നിങ്ങൾക്കറിയാമല്ലോ, റോമ തകരില്ലെന്ന് കരുതിയതാണ്, പേർഷ്യ തകരില്ലെന്ന് കരുതിയതാണ്. അതിനു മുമ്പുള്ളതാണ് അള്ളാഹു ഈ പറയുന്ന കഥകൾ. പിൽക്കാലത്ത് ഇസ്ലാമിന്റെ ആഗമനത്തിന് ശേഷമാണ് റോമയുടെ തകർച്ച. ഇസ്ലാമിന്റെ മുമ്പിലാണ് അത് അടിയറ പറഞ്ഞത്. പേർഷ്യയുടെ തകർച്ച ഇസ്ലാമിന്റെ മുമ്പിലാണ് അത് അടിയറ വെച്ചത്. ചെങ്കോലും അധികാരവും റോമ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ അടിയറ വെച്ചത് ഈ അള്ളാഹുവിൽ അടിയുറച്ച്, അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിച്ച് അള്ളാഹു ഏറ്റെടുത്ത ദൗത്യത്തെ ത്യാഗപൂർണം ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു ജനതയ്ക്ക് വേണ്ടി റോമ തകർന്നു പോയില്ലേ? റോമ സാമ്രാജ്യത്തിന്റെ ഉത്ഥാന പതനങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെയുണ്ട്. പേർഷ്യ സാമ്രാജ്യത്തിന്റെ ഉത്ഥാന പതനങ്ങൾ, ഉത്ഥാനവും പതനവുമാണ് ഓരോ സാമ്രാജ്യത്തിൻ്റെതും. അത് തകർന്നു പോയില്ലേ? പിന്നീട് ആദ് തകർന്നു, സമൂദ് തകർന്നു, ഫറോവ തകർന്നു. ഇതൊക്കെ തകർന്നു എന്ന് പറയുമ്പോ നമുക്കൊക്കെ തോന്നുന്നത് അതൊക്കെ പഴയ കാലത്തല്ലേ. ഇന്നിപ്പോ അങ്ങനെ ആരും തകരണില്ലല്ലോ, ഇന്ന് തകരുന്നില്ലേ? ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയായി നിലനിന്നുകൊണ്ട് ലോകത്ത് മുഴുവൻ തന്റെ സാമ്രാജ്യത്വം വ്യാപിപ്പിക്കാൻ ശ്രമിച്ച സോവിയറ്റ് യൂണിയൻ ഇന്നുണ്ടോ? ലോകത്ത് ഉണ്ടോ? തകർന്നു പോയില്ലേ? അതിന്റെ താഴെ നിന്നിരുന്നുള്ള അമേരിക്ക. ഇന്ന് അമേരിക്ക ഏക ലോക ദുർഗത്തിന്റെ അധിപനായി നിന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ തകർക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഈ അമേരിക്ക തകരുമോ? ഇതിന്റെ ഉത്തരമാണല്ലോ ഈ പറയണേ. ഇത് തകരുമോ? ഈ ദുഷ്ടശക്തികൾക്ക്, ഈ പൈശാചിക ക്രിസ്ത്യൻ പൊളിറ്റിക്കൽ ഭീകരത, ഇതാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ശാപം എക്കാലത്തെയും. പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി. അതിനെ മറികടക്കാനാണ് അതിന്റെ വക്താക്കൾ, വാറോലകൾ, അതിന്റെ വിഷജന്തുക്കൾ ഈ മീഡിയകളിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ അപകടം പൊളിറ്റിക്കൽ ഇസ്ലാമാണെന്ന് പറയുന്നത്. ലോകത്തിന്റെ അപകടം പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ലോകത്തിന്റെ അപകടം ഇല്ലാത്ത പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അവർ അവതരിപ്പിക്കുന്നത് എന്തിന്? ക്രിസ്ത്യൻ പൊളിറ്റിക്കൽ ടെററിസത്തെ ലോകത്തിന്റെ മുമ്പിൽ മറച്ചു വെക്കാൻ വേണ്ടിയാണ്. ലോകത്ത് മുഴുവൻ 950 മിലിറ്ററി ക്യാമ്പുകളിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും. എന്തിനാണ് അമേരിക്കയ്ക്ക്? ക്രിസ്ത്യൻ പൊളിറ്റിക്കൽ ടെററിസമാണ്. യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി അല്ലത്. മുഴുവൻ ക്രിസ്ത്യാനികളെ ഞാൻ പറയല്ല. ക്രിസ്ത്യൻ പൊളിറ്റിക്കൽ ടെററിസം. അതിന് ഭീഷണി ഇസ്ലാമാണെന്ന് അവർക്കറിയാം. റോമയെ തകർത്ത, പേർഷ്യയെ തകർത്ത, ആദിന്റെ സമൂദിന്റെ ഫറോവയുടെ തകർച്ചയെ കുറിച്ച് ചൂണ്ടിക്കാട്ടുന്ന ലോകത്ത് ഒരു പാവപ്പെട്ട ഇസ്ലാമിക സമൂഹത്തെ, അഫ്ഗാനിലെ മക്കളെ അങ്ങോട്ട് കയറി ചെന്ന് ആക്രമിച്ച് ദശലക്ഷക്കണക്കിന് ആളുകളെ കൊല ചെയ്ത, അവരെ കെട്ടുകെട്ടിച്ച ഒരു സമൂഹമുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അമേരിക്കൻ സാമ്രാജ്യത്വം അവിടെ കയറി വന്നത്. അള്ളാഹു ഈ പ്രതിഭാസങ്ങളെ പിടിച്ച് ചൂണ്ടിക്കാട്ടി ആണയിട്ടുകൊണ്ട് നമ്മളോട് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലത്ത്, അപകടം പിടിച്ച ഒരു കാലത്ത്, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ജ്വലിച്ചു നിൽക്കുന്ന ചില ശക്തികളുണ്ട്. അതുപോലെ, സമൂദ് പോലെ, ഫറോവ പോലെ കുറെ സാമ്രാജ്യത്വങ്ങൾ. അതൊന്നും തകരാനുള്ളതല്ലെന്ന് നിങ്ങൾ കരുതിയിരിക്കുകയാ. പക്ഷെ സോവിയറ്റ് നിങ്ങളുടെ കൺമുമ്പിൽ തകർന്നത് ഇപ്പോഴുണ്ടല്ലോ. അവിടെ നിന്ന് പിന്നെ ഉയർന്നു വന്നത് അസർബൈജാൻ,
കസാക്കിസ്ഥാൻ, തുർക്കുമാനിസ്ഥാൻ, കിർഗിസ്ഥാൻ, അങ്ങനെ എല്ലാം അതെല്ലാം ഇസ്ലാമിക, ചെച്ചിനിയ എല്ലാം ഇസ്ലാമിക സമൂഹത്തിന്റെ രാഷ്ട്രങ്ങളായി പിൽക്കാലത്ത് രൂപാന്തരപ്പെട്ടത് കണ്ടോ? അടിച്ചമർത്തലുകൾ അതിജീവിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഇസ്ലാമിനെ അവർക്ക് പേടിയാ. പൊളിറ്റിക്കൽ ക്രിസ്ത്യൻ ഭീകരതയ്ക്ക് എതിരാകുമെന്ന് അവർക്ക് പേടിയാ. പൊളിറ്റിക്കൽ ഹിന്ദുത്വ ഭീകരതയ്ക്ക് ഇസ്ലാമിക ജനാധിപത്യം ഭീഷണിയാകുമോ എന്ന് പേടിയാ. അതുകൊണ്ട് ഇസ്ലാമിക ലോകത്ത് ജനാധിപത്യം കൊടുക്കാൻ പാടില്ല. തകർത്ത് തരിപ്പണമാക്കാൻ ഭയപ്പെടേണ്ട. അള്ളാഹ് പറയാ, ജനാധിപത്യം ലോകത്ത് അനുവദിച്ചുകൂടാ. ആരാ പറയണേ? ലോകത്തെവിടെയെങ്കിലും ജനാധിപത്യം ഉണ്ടോ? ഇസ്ലാമിക രാജ്യങ്ങളിൽ എല്ലാവർക്കും വേണ്ടത് ജനാധിപത്യമാണ്. പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങളിൽ ജനാധിപത്യമില്ല. ഒരൊറ്റ അറബി നാട്ടിലും ജനാധിപത്യമില്ല. ആർക്കും പരാതിയുമില്ല. എന്താ കാര്യം? ഇസ്ലാമിന് ജനാധിപത്യം അനുവദിക്കാൻ പാടില്ല. ഇത് ഞാൻ വെറുതെ പറയല്ല. ഈ കഴിഞ്ഞ ദിവസം ആഗോള സാമ്രാജ്യത്തെ ക്രിസ്ത്യൻ ഭീകരതയുടെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ വിഷജീവിയായ മറുനാടൻ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ആ ചാനലിൽ സിറിയ വീണപ്പോ പച്ചയായിട്ട് അയാൾ പറയുകയാണ്, അമേരിക്ക നമ്മെ നശിപ്പിക്കും. അമേരിക്ക ഇന്ത്യയുടെയും ശത്രുവാണ്. അമേരിക്ക കണ്ണും കെട്ടി നോക്കി നിൽക്കുകയാ. അമേരിക്ക എന്തുകൊണ്ട് സിറിയയെ തകർക്കുന്നില്ല? ജനാധിപത്യം ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനെ തന്നെ പറയുക. ജനാധിപത്യം ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർക്കാണ് ജനാധിപത്യം വേണ്ടത്. അവിടെ നല്ലത് പട്ടാള ഭരണമാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് സിറിയയെ തകർക്കുന്നില്ല? കേൾക്കണ്ടോ? പൊളിറ്റിക്കൽ ഇസ്ലാമാണ് പോലും എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിലൂടെ ഒരു ഇസ്ലാമിക സമൂഹം അവരുടെ ഭരണാധികാരിയെ തെരഞ്ഞെടുത്ത് ഈ ലോകത്ത് അധികാരം നടത്താൻ ഒരിക്കലും ക്രിസ്ത്യൻ ഭീകര പൊളിറ്റിക്കൽ ടെററിസം അനുവദിക്കില്ല. ഹിന്ദുത്വ പൊളിറ്റിക്കൽ ടെററിസം അനുവദിക്കില്ല. അതാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമായ സ്റ്റേറ്റുകളെ ഇന്ത്യയിൽ നോട്ടമിടുന്നത്. കാശ്മീരിനെ, അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ നല്ല ശതമാനമുള്ള ആസാമിനെ, പശ്ചിമ ബംഗാളിനെ, അതുപോലെ തന്നെ ഉത്തർപ്രദേശിനെ, അതുപോലെ തന്നെ കേരളത്തെ, ലക്ഷദ്വീപിനെ ജനാധിപത്യം അവർക്ക് അനുവദിച്ചാൽ അവിടെ ജനാധിപത്യത്തിലൂടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അവർ അധികാരത്തിൽ വരും. അവർക്ക് കൊടുക്കാൻ പാടില്ല. മുസ്ലിങ്ങൾക്ക് ജനാധിപത്യം പാടില്ല. മുസ്ലിങ്ങളെ ജനാധിപത്യം അനുവദിച്ചോളൂ. അവർക്ക് പട്ടാള ഭരണമാണ് അവർക്ക് നല്ലത്. പട്ടാളത്തെ കൊണ്ട് അവരെ ആറുകൊല ചെയ്ത് അവരെ വംശശുദ്ധി നടത്തിക്കൊണ്ടിരിക്കണം. അത് പറഞ്ഞു വാമുറുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കണ്ടല്ലോ, സിറിയ ആരെങ്കിലും ഉപദ്രവിച്ചോ? സിറിയയിലേക്ക് അധികാര കൈമാറ്റം സംഭവിച്ചു. ആ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കി 50 വർഷത്തോളമായി ആ ജനതയിൽ ന്യൂനപക്ഷമായ ഷിയാ ഭീകരതയുടെ പ്രതിനിധിയായ ബഷാർ അസദ് കുടുംബത്തിന് 50 കൊല്ലം അധികാരം കയ്യിൽ കൊടുത്ത് അവനെ ഈജിപ്തിൽ ഹുസ്നി മുബാറക്കിനെ ഇരുത്തിയതുപോലെ അങ്ങനെ അധികാരം കയ്യിൽ കൊടുത്ത് അധികാരം വാഴിച്ച സാക്ഷാൽ സാമ്രാജ്യത്വം അവൻ വീണ ഉടനെ ഇസ്രയേലിനെ കൊണ്ട് അവരുടെ സൈനിക കേന്ദ്രങ്ങളും ആയുധപ്പുരകളും മുഴുവൻ തുരുതുരെ ആക്രമിച്ച് തകർപ്പിച്ചു. അവരെന്താ ചെയ്തേ? ഇസ്രയേലിനോട് ചെയ്തേ? അവരവരുടെ അക്രമിയായ ദശലക്ഷങ്ങളെ, 10 ലക്ഷത്തോളം ജനങ്ങളെ കുരുതി കൊടുത്ത ഒരു ഭരണാധികാരിക്കെതിരിൽ ആ ജനം പൊരുതി ആ അധികാരിയെ പുറത്താക്കിയപ്പോൾ അപ്പുറത്തെ ഇസ്രയേൽ അവരെ സൈനികമായി ആക്രമിച്ച് തകർക്കുകയാണ്. എന്താണ് അതിനർത്ഥം? നിങ്ങൾക്ക് ഇതേ വിധിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് ജനാധിപത്യം ഞങ്ങൾ തരില്ല. ഇത് പച്ചയായി ലോകം പറയുമ്പോഴും ആരെങ്കിലും ഇന്നുവരെ അമേരിക്കയുടെ ഈ കൊള്ളരുതായികയെ ചോദ്യം ചെയ്യുന്നുണ്ടോ? ഇസ്രയേലിന്റെ ഈ കൊള്ളരുതായികയെ ചോദ്യം ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ഈ ലോകത്ത് നടമാടുകയാ, ഇതൊക്കെ ഈ ലോകത്ത് കാണുകയാ. അപ്പോഴാണ് ഇവിടെ ഇരുന്നു കൊണ്ട് ദേ ഇസ്ലാമിക രാഷ്ട്രം വരുന്നേ, ദേ പൊളിറ്റിക്കൽ ഇസ്ലാം വരുന്നേ. പൊളിറ്റിക്കൽ ക്രിസ്ത്യൻ ഭീകരത ലോകത്തെ വിഴുങ്ങുന്നതിനിടയിൽ, പൊളിറ്റിക്കൽ ഹിന്ദുത്വ ഭീകരത ലോകത്തെ ഇന്ത്യയെ വിഴുങ്ങുന്നതിനിടയിൽ അത് കാണാതെ അതിനെതിരിൽ അരവാക്ക് പറയാത്തവൻ ദേ വരുന്നേ ഇസ്ലാമിക രാഷ്ട്രമെന്ന്. ആരാ പറയണേ? പാർട്ടിയുടെ ഉന്നതന്മാർ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഇവനൊക്കെ വെളിവുണ്ടോ? തലയ്ക്ക് വെളിവുണ്ടെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുമെന്ന് സ്വതന്ത്ര ഇന്ത്യയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാൾ സ്വതന്ത്ര ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നടക്കുവോ? നടക്കാത്ത കാര്യത്തെ പെരുപ്പിക്കുക, എന്നാൽ നടന്നിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രത്തെ കുറിച്ച് മിണ്ടാതിരിക്കുക. ആഗോളതലത്തിൽ ക്രൈസ്തവ ഭീകരതയുടെ പൊളിറ്റിക്കൽ ക്രിസ്ത്യൻ ടെററിസം ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്നതിനെതിരെ മിണ്ടാതിരിക്കുക. എന്നിട്ട് അവരുടെ ഇരയാക്കപ്പെടുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ പൊളിറ്റിക്കൽ ഇസ്ലാം ദേ വരുന്നേ ഇസ്ലാമിക രാഷ്ട്രം. ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം എങ്ങനെ വരിക? സായുധമായിട്ട് ആരെങ്കിലും ഇവിടെ ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? ഒരു സംഘടനയുണ്ടോ? ഒരു വ്യക്തിയുണ്ടോ? പ്രസംഗത്തിലുണ്ടോ? പ്രവർത്തനത്തിലുണ്ടോ? ആരെങ്കിലും ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ പോലും ഇല്ലാഞ്ഞിട്ടും എല്ലാവരുടെയും നായിൽ വരുന്നത് ഇസ്ലാമിക രാഷ്ട്രമാണ്. ഹിന്ദുത്വ രാഷ്ട്രത്തെ കുറിച്ച് ആർക്കും മിണ്ടണ്ട.
ക്രിസ്ത്യൻ പൊളിറ്റിക്കൽ ടെററിസത്തെ കുറിച്ച് ക്രൈസ്തവ ഭൂരിപക്ഷം മാത്രം ലോകത്ത് മതി. ജനാധിപത്യത്തിലൂടെ അൾജീരിയയിൽ ഇസ്ലാമിക് സാൽവേഷൻ ഫ്രണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടില്ലേ? 87% തെരഞ്ഞെടുത്തപ്പോൾ പട്ടാളത്തെ ഉപയോഗിച്ച് അട്ടിമറിച്ചില്ലേ? ഈജിപ്തിൽ മുഹമ്മദ് മുർസി 2 വട്ടം 60% വോട്ടോടുകൂടി ജനാധിപത്യമായി തെരഞ്ഞെടുത്തില്ലേ? പട്ടാളത്തെ ഉപയോഗിച്ച് അമേരിക്ക അട്ടിമറിച്ചിട്ട് അയാളെ ജയിലിലിട്ട് കൊന്നില്ലേ? ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ജനാധിപത്യം പറഞ്ഞിട്ടില്ല പോൽ. സഹോദരങ്ങളെ, അറിയണം നിങ്ങൾ, ഇസ്ലാമിക് ടെററിസം എന്ന് ഇവർ പറയണത്, തീവ്രവാദം എന്ന് പറയുന്നത് ജനാധിപത്യത്തിലൂടെ ആരെങ്കിലും കയറി വരുന്നതാ. മുസ്ലിം രാജ്യങ്ങളെ പട്ടാളം ഭരിക്കുന്നത് ഒരു കുഴപ്പമില്ല ഇവർക്ക്. മുസ്ലിം രാജ്യങ്ങളെ പട്ടാളം ഭരിച്ചാൽ മതി. മുസ്ലിം രാജ്യങ്ങളിൽ ജനാധിപത്യം പാടില്ല. ഈ കൊടും ഭീകരതയാണ് ലോകത്തരങ്ങേറുന്നത്. ഇതറിയാതെയായി ഇവിടെ ഇരുന്നുകൊണ്ട് സമുദായത്തിനകത്തും പുറത്തുമുള്ള ഓളകൾ ഇസ്ലാമിക തീവ്രവാദം, ഇസ്ലാമിക ഭീകരവാദം എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് ഇങ്ങനെ പെരുമ്പറയടിക്കുന്നത്. ഇവിടെ എന്ത് ഇസ്ലാമിക ഭീകരവാദമാണ്, ഇസ്ലാമിക ടെററിസം? അതിന്റെ വലിയ തെളിവേതാ താലിബാൻ ആരെ ആക്രമിച്ച്? താലിബാൻ ഇന്ത്യയുടെ ശത്രുവായാൽ, ഇന്ത്യയെ ആക്രമിച്ചാൽ അന്ന് താലിബാനെതിരിൽ നമ്മൾ നമ്മുടെ പല്ലും നഖവും ഉപയോഗിച്ച് തീർക്കും. പക്ഷെ ഇന്ത്യയോട് ഇന്ന് വരെ ചെറുവിരലനക്കിയിട്ടില്ലല്ലോ, അയൽ രാജ്യങ്ങളുടെ നേരെ ശല്യമുണ്ടാക്കിയിട്ടില്ലല്ലോ. അങ്ങോട്ട് കയറി ചെന്ന സാമ്രാജ്യ ശക്തികളെ പുറത്താക്കിയതല്ലാതെ ചെയ്ത തെറ്റെന്താ? എന്നിട്ട് താലിബാൻ ലോക ഭീകരതയുടെ അടയാളം. മുസ്ലിം സമുദായത്തിൽ ഭീകരരെ തെരയുന്ന പണിയാ. ലോകം മുഴുവൻ ക്രൈസ്തവ ഭീകരത അടിച്ചു നോക്കൂ നിങ്ങൾ. പക്ഷേ അവർ തകരും. അഫ്ഗാനിൽ തകർന്നുപോയി. നിങ്ങൾ കണ്ടില്ലേ? ബംഗ്ലാദേശിൽ നോക്കൂ, ഒരിക്കലും പുറത്തു പോവുകയില്ലെന്ന് വിചാരിച്ചു സ്വേച്ഛാധിപത്യം കൊണ്ട് അമർന്നു വാണ ആ സാമ്രാജ്യത്വത്തിന്റെ പ്രിയങ്കരി പുറത്തേക്ക് പോയത് എപ്പോഴാണെന്ന് നമ്മൾ കണ്ടില്ല. സിറിയ ഈ കൊള്ളയും കൊലയും മാത്രമായി അവിടുത്തെ ഇസ്ലാമിക സുന്നി ഭൂരിപക്ഷത്തെ തകർത്തുകൊണ്ടിരുന്ന ഷിയ ഭീകരൻ അവനെ പുറത്തു പോയപ്പോ അവിടെ പുറത്തു പോയി. അതൊരു യാഥാർത്ഥ്യമാണ്. പ്രതീക്ഷിക്കാത്ത നാളുകളിൽ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാ. പക്ഷെ അവരൊന്ന് ഓർത്തുകൊള്ളട്ടെ, എത്ര തകർക്കാൻ ശ്രമിച്ചാലും ഊഴം കാത്തു നിൽപ്പുണ്ട് ഇസ്ലാമിക സമൂഹങ്ങൾ. അവരവരുടേതായ നാളുകൾ ആസന്നമാണ്. എല്ലാ പതനങ്ങൾക്ക് ശേഷം ഒരു ഉദ്ധാനമുണ്ട്. എല്ലാ രാവിനും ശേഷം ഒരു പകലുണ്ട്. എല്ലാ പ്രഭാഷത്തിനും ഒരു പ്രദോഷത്തിനും ഒരു പ്രഭാതമുണ്ട്. ഓരോ ഇരട്ടയ്ക്കും ഒറ്റയുണ്ട്. ഓരോ ഒറ്റയ്ക്കും ശേഷം ഇരട്ടയാണ് വരിക. ഈ പ്രകൃതി പ്രതിഭാസത്തെ അട്ടിമറിക്കാൻ ആർക്കും പറ്റില്ല. സോവിയറ്റ് പണ്ടേ തകർന്നെങ്കിൽ അമേരിക്കയുടെ തകർച്ച നാളുകളുടെ മാത്രം പ്രശ്നമാണ്. അതുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഫസാദ്. അങ്ങനെ തങ്ങളുടെ ചെയ്തികൾ അള്ളാഹു പറഞ്ഞല്ലോ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അള്ളാഹു രംഗ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നവർക്കറിയില്ലായിരുന്നു. തങ്ങളുടെ ചെയ്തികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന വിചാരം പോലുമില്ലാതെ നിർഭയരായി കൂടുതൽ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കെ ഇനിയും മുന്നോട്ട് പോകാൻ അനുവദിച്ചുകൂടാ എന്ന് അള്ളാഹു നിശ്ചയിച്ച അതിരിലെത്തുമ്പോൾ അള്ളാഹു ശിക്ഷയുടെ ചാട്ടവാർ അവരുടെ തലയ്ക്ക് മുകളിൽ ചൊരിയും. നോക്കിയിരിക്കുകയായിരുന്നു അള്ളാഹു. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അവരുടെ മേൽ അള്ളാഹു ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ് എന്നല്ലാഹു പറയുക. എന്നിട്ട് അള്ളാഹു തആല പറയുകയാണ്, ഇവനെയൊക്കെ വെറുതെ വിടാൻ എന്ത് ന്യായമാണുള്ളത്? ഇവനെയൊക്കെ വെറുതെ വിടുമെന്ന് നിങ്ങൾ കരുതിയോ? വെറുതെ വിടാൻ എന്ത് ന്യായമാണുള്ളത്? അള്ളാഹു പറയുകയാണ്. ഇതിനുശേഷം നമ്മളോട് പറയുന്നത് എന്താ? ഫഅമ്മൽ ഇൻസാൻ ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅമ്മൽ ഇൻസാൻ ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു. പക്ഷെ പ്രശ്നം ഇതൊന്നുമല്ല കൂട്ടരെ. ആദും സമൂദും പരോപമാരും സാമ്രാജ്യത്വ ക്രൈസ്തവ ഹിന്ദുത്വ ഭീകരതകളുമൊക്കെ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കയറി മേടുന്നത് നിങ്ങൾ വിചാരിച്ച കാരണങ്ങളാലല്ല. പിന്നെന്തെന്നറിയോ? എന്താണ്? അള്ളാഹു അമ്മൽ ഇൻസാൻ, മനുഷ്യൻ കരുതുകയാ, ഇദാ മബ്തലാഹു, അവനെ അള്ളാഹു പരീക്ഷിച്ചാൽ, ഫഅക്രമഹു, എന്നിട്ട് അവനൊരു മാന്യത കൊടുത്താൽ, വനഅമഹു, അവന് കുറെ അനുഗ്രഹങ്ങൾ സൗകര്യങ്ങൾ കൊടുത്താൽ, ഫയഖൂലു റബ്ബി അക്രമൻ, അവൻ പറയും ഞാൻ ആദരിക്കപ്പെട്ടിരിക്കുകയാണ്, അള്ളാഹ് എന്നെ ആദരിച്ചതാണെന്ന്. കുറെ പണം അവന്റെ കയ്യിൽ കുന്നുകൂടിയാൽ, രാഷ്ട്രം കുന്നുകൂടിയാൽ, കുറെ സമ്പത്ത് കിട്ടിയാൽ, അവന് സമൂഹത്തിൽ ഒരു റെസ്പെക്ട് കിട്ടിയാൽ അവൻ പറയും അള്ളാഹ് എന്നെ ആദരിച്ചതാണെന്ന്. ഇവിടെയാണ് പിഴച്ചത്. ഇതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. തിരുത്തപ്പെടേണ്ട മനോഭാവം ഇതാണ്. വഅമ്മൽ ഇൻസാൻ വഅമ്മാ ഇദാ മബ്തലാ, പരീക്ഷിച്ചതായിരുന്നു അള്ളാഹു, കൊടുത്ത് പരീക്ഷിച്ചത്. വഅമ്മാ ഇദാ മബ്തലാഹു, എന്നാൽ അവനെ അള്ളാഹു വീണ്ടും പരീക്ഷിച്ചാലോ, ഫഖദറ അലൈഹി റിസ്ഖഹു, കൊടുത്തത് ഇങ്ങോട്ട് പിടിച്ചെടുത്തുകൊണ്ട്, കൊടുത്ത വിഭവങ്ങളൊന്ന് കുറച്ചിട്ട്, ഫഖദറ അലൈഹി റിസ്ഖഹു, ഉപജീവന മാർഗങ്ങളൊന്ന് അടച്ചിട്ട് പരീക്ഷിച്ചാലോ, ഫയഖൂലു റബ്ബി അഹാനൻ, അപ്പോൾ അവൻ പറയും അള്ളാഹ് എന്നെ കൈവിട്ടു എന്ന്. കല്ല, കാര്യം അതല്ലടോ,
കല്ല, കാര്യമതല്ലടോ. പിന്നെ എന്താണ്? കയ്യിൽ കിട്ടിയത് കൈകാര്യം ചെയ്യാൻ അറിയാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. കൈ നിറയെ തന്നപ്പോൾ, വിഭവങ്ങൾ തന്നപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണമെന്നറിയാതെ പോയതാ പ്രശ്നം. തന്നില്ലേ കൈ നിറയെ? അറബിക്ക് കൈ നിറയെ മണ്ണിന്റെ അടി പൊന്ന് തന്നില്ലേ? പെട്രോള് തന്നില്ലേ? തന്നില്ലേ? എങ്ങനെ ഉപയോഗിച്ചു? അഇദ്ദുലഹും മസ്തതഅതും മിൻ ഖുവ്വ. ശത്രു നിനക്ക് ജനാധിപത്യം അനുവദിക്കില്ല, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് രാജ്യം ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് നിന്റെ നേരെ കയ്യേറ്റത്തിന് ശത്രു വരുന്ന ആളുകളിൽ അവനെ ചെറുക്കാൻ വല്ല ആയുധങ്ങളും കയ്യിലുണ്ടാകണമെന്ന് നീ വിചാരിച്ചോ? കയ്യിൽ കിട്ടിയത് കൈകാര്യം ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത നിനക്ക് പറ്റിയത്.